പരിശുദ്ധാത്മാവാം ദൈവമേ, വിശുദ്ധ വേദപുസ്തകത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അതിൽ മറഞ്ഞിരിക്കുന്നതും ഞങ്ങൾക്ക് പ്രയോജനം വരുത്തുന്നതുമായ മഹത്വമുള്ള കാര്യങ്ങൾ ജീവിക്കുവാനും പ്രകാശിതരാകുവാനും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം അതിൻ പ്രകാരം ജീവിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഈ സന്ധിയിലുള്ള ഞങ്ങളുടെ കൂടിവരവിനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിറഞ്ഞവരായി ലോകത്തിന് വെളിച്ചം പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാണ് സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ. അഭിവന്യ ദിമിത്രിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട KM ജോറച്ചൻ, റജി മാത്യു അച്ഛൻ, മറ്റ് വന്യ വൈദിക സഹോദരങ്ങളെ, സ്നേഹിതരെ, എല്ലാ വിശ്വാസികളുമേ, ദൈവം തമ്പുരാൻ സ്നേഹപൂർവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് പല രൂപത്തിലാണ്. ചരിത്ര സംഭവങ്ങളിലൂടെ, പ്രകൃതിയിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ, ആരാധനയിലൂടെ, തിരുവചനത്തിലൂടെ ഒക്കെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. അതുല്യമായിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വലിയ വെളിപ്പെടുത്തലാണല്ലോ ചരിത്രത്തിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായത്. പരിശുദ്ധാത്മാവിൽ അതിനെ സംബന്ധിച്ചുള്ള അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷങ്ങളിൽ അതിപ്രധാനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ മടിയിലിരിക്കുന്നതായ പുത്രൻ ആ ദൈവത്തെ ഈ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ മാർവിൽ ചാരി അവനോട് ചേർന്നിരുന്ന് അവനെ അനുഭവിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന് അനുഭവിച്ചറിഞ്ഞതായ കാര്യം നമുക്ക് വേണ്ടി ഇവിടെ പകർന്നു തന്നിരിക്കുകയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും ജീവിതം പൂർണ്ണമാകുന്നതിനും സന്തോഷം പൂർത്തീകരിക്കുന്നതിനും രക്ഷ അതിൽ പുരോഗമിക്കുവാനും തക്കവണ്ണം നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരാമുഖ പഠനം അഭിവന്യ ദിമിത്രിയോസ് തിരുമേനി വളരെ ഭംഗിയായി ആദ്യത്തെ സെഷനിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നിർവഹിച്ചു. അതേ തുടർന്ന് 2 സെമിനാരികളിലെയും അധ്യാപകരിൽ, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സും ഒക്കെ ആയിട്ടുള്ളവര് അവരുടേതായിരിക്കുന്ന പരാമർശങ്ങൾ നടത്തി. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തക്കവണ്ണം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഒറിജിനൽ രൂപീകരണത്തിന് സഹായിച്ചതായ പരിശുദ്ധാത്മാവ് അത് വീണ്ടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കി തരാൻ തക്കവണ്ണം ഇടപെടട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരാമുഖ പ്രസന്റേഷൻ നടത്തുന്നത് ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛനെ. ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛൻ അനേക വർഷങ്ങൾ നാഗ്പൂർ സെമിനാരിയിൽ സെർവ് ചെയ്ത്, പ്രത്യേകിച്ച് അതിന്റെ പ്രിൻസിപ്പലായിട്ട് സ്തുത്യർഹമായ സേവനമൊക്കെ അനുഷ്ഠിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ളതായ പഴയ സെമിനാരിയിലെ പ്രൊഫസറായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ ആദരപൂർവ്വം ഈ പഠനത്തിന് വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, അഭിവന്യ ദിമിത്രിയോസ് തിരുമേനിയും വന്യ വൈദികരെയും മറ്റെല്ലാ ആത്മായ സ്നേഹിതരെയും എല്ലാം വളരെ സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛ ഫോർ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് ദ വെൽക്കമിംഗ് വേർഡ്സ്. പ്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്യ KM ജോർജൻ, ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചൻ, അഭിവന്യ ദിമിത്രിയോസ് തിരുമേനി, മറ്റ് സ്നേഹിതരായ വൈദികരെ, അതുപോലെ ഈ സോബാനയുടെ വേദ സോബാന ബൈബിൾ പഠനത്തിലും ധ്യാനത്തിലും ഉത്സാഹത്തിൽ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുമേ,
ഇതൊരു വലിയ ഒരു പദവിയായി തന്നെ ഞാൻ കരുതുകയാണ്. കാരണം ഈ ഒരു പഠന സമൂഹം അഭിനന്ദ ദെമേത്രിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇൻഫോർമലായിട്ടുള്ള ഒരു വേദപുസ്തക പഠനമാണ്. 2 സെമിനാരികളിലെ വേദപുസ്തക പഠനം വൈദികർക്ക് മാത്രമായിട്ട് ലഭ്യമാകുമ്പോൾ ഇത് എല്ലാവർക്കും, വൈദികർക്കും മറ്റ് വിശ്വാസികൾക്കുമൊക്കെ ഒരുപോലെ പ്രയോജനം വരത്തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് അഭിനന്ദ ദെമേത്രിയോസ് തിരുമേനി ഈ സുവിശേഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരാമുഖം നമുക്ക് നൽകുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലം, അതിന്റെ സുവിശേഷം ക്രോഡീകരിച്ച സുവിശേഷകനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആശയങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മോട് തിരുമേനി സംസാരിക്കുകയുണ്ടായി. ഇത് പ്രധാനമായും 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗമാണ് പഠനത്തിനായും ധ്യാനത്തിനായും ആഗ്രഹിക്കുന്നത്. 4 സുവിശേഷകർക്കും പൊതുവായി നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. സുവിശേഷത്തിന്റെ ആരംഭത്തിങ്കിൽ എന്താണ് പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ എഴുതാൻ പോകുന്നത് എന്ന് വിശദമാക്കുന്ന ഒരാമുഖം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 4 സുവിശേഷങ്ങളിലുമുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അതൊരു വംശാവലിയുടെ രൂപത്തിൽ ആണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അതൊരു ഗീതത്തിന്റെ രൂപത്തിലാണ്. നമ്മൾ പലപ്പോഴും മലയാളം വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു കവിതയുടെ രൂപത്തിലല്ല ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിലും ഇത് ആദ്യമായി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. ആ ഗ്രീക്ക് ഭാഷ അറിയാവുന്ന ആളുകൾ ഇതിന്റെ വാചക ഘടനയും ഇതിലെ ഋഥമും റൈമും എല്ലാം കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ക്രിസ്തു ഗീതമാണ്. പുതിയ നിയമത്തിൽ അതുപോലെയുള്ള ക്രിസ്തു ഗീതങ്ങൾ പലതുണ്ട്. പൗലോസിന്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെ വളരെ പ്രസിദ്ധമായ ക്രിസ്തു ഗീതമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. ആ ക്രിസ്തു ഗീതങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു ഗീതമാണ് ഈ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗത്ത് പ്രധാനമായി ഉള്ളത്. ഇത് തീർച്ചയായും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ പാരമ്പര്യമുള്ളവർ തന്നെ 2 വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. പാലസ്റ്റീനിയൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അവര് തികച്ചും ഒരു ഹീബ്രു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഡയസ്പോറ ജ്യൂസ് ഉണ്ടായിരുന്നു. അവർ ഗ്രീക്ക് ഫിലോസോഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് യേശു ക്രിസ്തുവിലേക്ക് വിശ്വാസത്തിൽ വന്ന ആളുകൾ ക്രോഡീകരിച്ചതാവാം ഇതിന്റെ ഒറിജിനൽ ഫോം എന്നുള്ളതൊക്കെയും പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നു. ഒരു ഹെലനിസ്റ്റിക് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഏർലി ക്രിസ്ത്യൻസ്. വിശദമായിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും ഇതിന്റെ ആരംഭത്തിലുള്ള വാചകം തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദ്യം വായിക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ മറ്റൊരു പുസ്തകത്തിലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്: ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ബറാശിത് ബാറ എലോഹിം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു വാചകമായിട്ട് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആദിയിൽ ആണ് സൃഷ്ടിക്കപ്പെട്ട ലോകത്തെ പറ്റി ഉൽപ്പത്തിയിൽ പറയുമ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഈ സുവിശേഷം പ്രധാനമായും യേശുക്രിസ്തു ആരാണ്, എന്താണ് യേശുക്രിസ്തു ലോകത്തിൽ പ്രവർത്തിച്ചത്, ആ യേശുക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണല്ലോ 4 സുവിശേഷകരും പറയുന്നു. അതിൽ തന്നെ പ്രധാനമായും യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്തിനാണ് കൂടുതൽ പ്രാധാന്യം സുവിശേഷകർ കൊടുക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ അറിയാം, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയാണ് അതിൽ പ്രധാനമായും പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ യേശുവിന്റെ ജനന സമയത്തെ സംഭവങ്ങൾ, ക്രിസ്മസ് സ്റ്റോറീസ്, 27 ഗ്രന്ഥങ്ങൾ അവിടെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ക്രിസ്മസ് സ്റ്റോറീസ്, യൗസേപ്പും
മറിയാമും വിദ്വാൻമാരും ആട്ടിടയന്മാരും നക്ഷത്രവും ഹെരോദാവും ഒക്കെ ആ 2 പുസ്തകങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിലും ഒരു പടി കൂടെ കടന്ന് അതിനു മുമ്പുള്ള ഒരു കാലത്തെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഈ സുവിശേഷത്തിന്റെ 20-ാം അധ്യായം 30-31 വാക്യങ്ങളിലും 21-ാം അധ്യായം 25-ാം വാക്യത്തിലും സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാട്ട് ഈസ് ദിസ് പർപ്പസ് ഇൻ റൈറ്റിംഗ് ദിസ് ബുക്ക്, വൈ ഡിഡ് ഹി റൈറ്റ് ദിസ് ബുക്ക്. അവിടെ പറയുന്നുണ്ട്, യോഹന്നാൻ എന്ന് പറയുന്നതാകട്ടെ ഇതിന്റെ ഗ്രന്ഥകർത്താവ്, അദ്ദേഹം പറയുന്നു, ഐ റൈറ്റ് ദിസ് just to prove that Jesus is the Son of God. യേശുക്രിസ്തു ചെയ്തത് അനേകം കാര്യങ്ങളുണ്ട്. ഐ ആം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. അല്പ അതിശയോക്തിയിൽ പറയുന്നു, ഇഫ് ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ഓൾ ദോസ് തിങ്സ്, ഈ ലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ ഒതുങ്ങുകയില്ല. അതുകൊണ്ട് ഒത്തിരി എഴുതാനുണ്ട്. മൈ പർപ്പസ് ഇൻ റൈറ്റിംഗ് ദിസ് ഗോസ്പൽ ഈസ് ടു പ്രൂവ് ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ ആ ഒരു പർപ്പസ് വെച്ചുകൊണ്ടാണ്, ലിറ്റററി പർപ്പസ് വെച്ചുകൊണ്ടാണ് ഈ സുവിശേഷം ചമച്ചിരിക്കുന്നത്. ലൂക്കോസ് എവങ്കലിസ്റ്റിന് അദ്ദേഹത്തിന്റെ പർപ്പസ് എന്താണെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നു. അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ പറ്റി എഴുതുന്നു. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി പറയാൻ പോവുകയാണ്. ഓരോ സുവിശേഷകനും അവരുടേതായ താല്പര്യങ്ങൾ. അപ്പൊ എല്ലാ സുവിശേഷങ്ങളിലും ആദ്യം നമ്മൾ കാണുന്ന ആശയങ്ങളിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ യേശുക്രിസ്തുവിന്റെ ഉൽപ്പത്തിയെ പറ്റി പറയുന്നു. 2, യേശുക്രിസ്തുവിന്റെ കന്യകാത്വ ജനനം. 3, യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനുമായുള്ള ബന്ധം. ഇപ്പോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കന്യകാത്വ ജനനത്തിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നു. ഇവിടെ ഒരൊറ്റ വാചകത്തിലാണെങ്കിൽ കൂടെ ആ വിഷയം സ്പർശിക്കുന്നുണ്ട്. ജഡരക്തങ്ങളാലല്ല യേശു ജനിച്ചത് എന്നുള്ളത് ഒറ്റ വാചകത്തിൽ ആ വെർജിൻ ബർത്തിന്റെ കാര്യം എംഫസൈസ് ചെയ്യുന്നു. എന്നാൽ കൂടുതലും ഇതിൽ പറയുന്നത് യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിലുള്ള ബന്ധം. ആ യേശു ആരാണ്? ഇതാണ് കൂടുതൽ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാൻ സ്നാപകനെ പറ്റി, അദ്ദേഹത്തിന്റെ ജനനത്തെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റിയൊക്കെ പറയുന്നെങ്കിലും ഇത് വേറൊരു രീതിയിൽ യോഹന്നാനും യേശുവുമായിട്ടുള്ള ബന്ധം 1-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുകയാണ്. അത് നമ്മൾ നോക്കിയാൽ ഈ 1 മുതൽ 18 വരെയുള്ള ക്രിസ്തുഗീതമുണ്ട്. 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളില് യോഹന്നാൻ സ്നാപകൻ താൻ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളില് യേശുക്രിസ്തു ആരാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് 35 മുതൽ 42 വരെ ആ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ ചിലർ യേശുവിന്റെ ശിഷ്യന്മാരാകും. അത് ആദ്യം വരുന്നത് അന്ത്രയോസ് ആണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ വിളിക്കുന്നു. ഇവരെല്ലാം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണെന്നാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. 43 മുതൽ 51 വരെയുള്ള 1-ാം അധ്യായത്തിലെ വാക്യങ്ങളിൽ ഫിലിപ്പോസ്, നഥനയേൽ, മറ്റു 2 ശിഷ്യന്മാരെ പറ്റി പറയുന്നു. മൊത്തത്തിൽ 1-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാനിത് പറഞ്ഞു മാത്രമേ. ഈ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇതൊരു കവിതയാണ്, ഒരു ഗീതമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 4 ഖണ്ഡികകളെങ്കിലും ഈ കവിതയ്ക്കുണ്ട്. അതിൽ 1-ാമത്തെ ഖണ്ഡിക, ഫസ്റ്റ് സ്ട്രോഫ് എന്ന് പറയുന്നത് 1ഉം 2ഉം വാക്യങ്ങളാണ്. അതില് പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്ന ദൈവവചനത്തെ പറ്റിയാണ്. വേർഡ് ഇൻ ദ ബിഗിനിങ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്ക് എത്ര വായിച്ചാലും സാധാരണ ആളുകൾക്ക് കൂടുതലൊന്നും മനസ്സിലാകാനായിട്ട് ഒക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ആദിമ സഭയില് ഈ സുവിശേഷങ്ങളെ എസക്കിയേൽ കണ്ട ദർശനത്തിലെ 4 ജീവികളുമായി ഉപമിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തെ കഴുകനോടാണ് ഉപമിക്കുന്നത്. വലിയ ഉത്തുംഗ ശൃംഗങ്ങളായ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ വസിക്കുന്ന കഴുകനെ പോലെ സാധാരണ മനുഷ്യന് പിടികിട്ടാത്ത വലിയ ഫിലോസോഫിക്കലായിട്ടുള്ള, തിയോളജിക്കലായിട്ടുള്ള ടെർമിനോളജി ഒക്കെ ഉപയോഗിച്ചാണ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ. 1-ാമത്തെ ഖണ്ഡിക 1ഉം 2ഉം വാക്യങ്ങളാണ്. 2-ാമത്തെ ഖണ്ഡിക 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പറയുന്നത് ഈ വചനം
സൃഷ്ടിയുടെ കർമ്മത്തിൽ എന്ത് പങ്കുവഹിച്ചു? പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഈ വചനത്തിന്റെ പങ്ക് എന്തായിരുന്നു? വചനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ ഒരു സഹോദരന് അതിനെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോ ഇന്നിപ്പോ വചനം എന്ന് പറയുമ്പോൾ ഒന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗമാണ്. ഇതിനെയൊക്കെയാണ് വചനം എന്ന് പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റന്റ് സർക്കിളിൽ പറയുന്നത്. പക്ഷെ യോഹന്നാൻ ശ്ലീഹ ഈ വചനം എന്താണെന്ന് വ്യക്തമാക്കുക. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് വേർഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്? രണ്ടാം ഖണ്ഡികയിൽ പറയുന്നു. മൂന്നാമത്തെ സ്ട്രോഫ് എന്ന് പറയുന്നത്, ഖണ്ഡിക എന്ന് പറയുന്നത് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. The life of the word in the world. ലോകത്തിൽ ഈ വചനത്തിന്റെ സ്ഥാനം എന്തായിരുന്നു? What did the word do in the world? നാലാമത്തെ സ്റ്റാൻസ 14 16 വാക്യങ്ങളാണ്. അതിൽ what is the relationship between the word and the community of the believers? ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ ചില വാക്യങ്ങൾ വിട്ടാണ് പറഞ്ഞത്. അത് ഈ വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഗീതത്തിലും പിൽക്കാലത്ത് വന്ന ചില ഇന്റർപൊളേഷൻസ് ആണ്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ അത് യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ്. അത് ഒറിജിനലായിട്ട് ഈ ക്രിസ്തു ഗീതത്തിൽ അങ്ങോട്ട് ഫിറ്റ് ഇൻ ചെയ്യുന്നില്ല. 6 മുതൽ 9 വരെ. രണ്ടാമത്തെ ഇന്റർപൊളേഷൻ ആണ് 15 അതും യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ളതാണ്. മൂന്നാമത്തെ ഇന്റർപൊളേഷൻ 17 and 18 അത് ദീർഘദർശിയായ മോശയെ സംബന്ധിച്ചും ന്യായപ്രമാണത്തെ സംബന്ധിച്ചും ഉള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ക്രിസ്തു ഗീതത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, യേശുക്രിസ്തു ആരാണ്? നസ്രായനായ ഗലീലക്കാരനായ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണല്ലോ യോഹന്നാൻ ശ്ലീഹായുടെ പ്രധാനപ്പെട്ട ഊന്നൽ. അപ്പൊ ഈ ഒരു പ്രലോഗിൽ, ഈ ഒരു ഹിമ്മിൽ അദ്ദേഹം പറയുന്നത്, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? വാട്ട് ഈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ യൂണിവേഴ്സ്? വാട്ട് ഈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ്? ആൻഡ് വാട്ട് ഈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബിലീവേഴ്സ്, ദോസ് ഹു ബിലീവ് ഇൻ ക്രൈസ്റ്റ്? ഈ 4 ചോദ്യങ്ങളാണ് പറയുന്നത്. ആരാണ് യേശു ക്രിസ്തു? ആത്യന്തികമായി, താത്വികമായി, ദൈവശാസ്ത്രപരമായി ആരാണ് നസ്രായനായ യേശു ക്രിസ്തു? ആ നസ്രായന അവിടെയാണ് വചനം ജഡമായി തീർന്ന കാര്യം പറയുന്നത്. ആ വചനം ഈ പ്രപഞ്ചത്തിൽ എന്തായിരുന്നു ഈ വചനത്തിന്റെ റോള്? ലോകത്തിൽ എല്ലാ മനുഷ്യരിലും, ക്രൈസ്തവരാകട്ടെ മറ്റു മതങ്ങളിൽപ്പെട്ടവരാകട്ടെ, അവരോടുള്ള ബന്ധം. ഈ സുവിശേഷത്തിലാണ് യേശുക്രിസ്തു പറയുന്നത്, എനിക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് എന്നുള്ളത്. സോ ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓൺലി മെന്റ് ഫോർ ദ ക്രിസ്ത്യൻസ് who are baptized, who believe in Jesus Christ. No, he says, I have sheepfold in other corners of the world. പിന്നെയാണ് പറയുന്നത്, what is his relationship with the community of Christians? ഈ 4 കാര്യങ്ങൾ ഇതിൽ പറയുകയാണ്. അപ്പൊ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വചനം എന്ന് പറഞ്ഞാൽ വേദപുസ്തകമോ ഒരു സുവിശേഷ പ്രസംഗമോ ആയി തരം താഴ്ത്തി കാട്ടുന്നത് ശരിയല്ല. ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ച് വചനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ജഡാവതാരം ചെയ്ത, മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായ ദൈവവചനം. ആ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സ്ക്രിപ്ചർ ഉണ്ട്. അതിൽ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അതിന്റെ ഷെയ്ഡ്സ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റിൽ അതിന്റെ ഫുൾഫിൽമെന്റ് നമ്മൾ കാണും. ഈ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളുണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പല വചന ശുശ്രൂഷയിലും യേശുക്രിസ്തുവിനെ പറ്റി പറയാറില്ല, വെറും കോമഡി ഷോകളായിട്ട് അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൈഡ് കമന്റ് ആയിട്ട് ഞാൻ പറയുക. വാസ്തവത്തിൽ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. വാട്ട് ഹി ഡിഡ് ഫോർ ദ he do for the world? What is his relevance in our life? Personally speaking, what is his relevance in your life? ഇത് ഈ സുവിശേഷം മുഴുവൻ പറയുന്ന വിഷയത്തിന് ആമുഖമായിട്ട് ഇവിടെ യോഹന്നാൻ പറയുകയാണ്. അക്കൂട്ടത്തില് അദ്ദേഹം ഇതിനകത്തെ കീ വേർഡ്സ് എന്ന് പറയുന്നത് 14-ാമത്തെ തന്നെയാണ്. വചനം ജഡമായി
തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. So we are talking about the word which lived among us. We are talking about the word which became flesh. We are talking about the word which knows us. അപ്പൊ ഇവിടെയാണ് ഈ വേർഡ് എന്നുള്ള വാക്യം ഗ്രീക്കില് ലോഗോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പല മീനിങ് ഗ്രീക്ക് തത്വചിന്തയിൽ ഒരുപക്ഷെ കാണാൻ പറ്റിയേക്കാം. പ്ലേറ്റോണിക് ഫിലോസഫിയിൽ കാണുമായിരിക്കും. ഫിലോ ഓഫ് അലക്സാൻഡ്രിയ, 1-ാം നൂറ്റാണ്ടിലെ ഒരു ഹെലനിസ്റ്റിക് ചിന്തകനായിരുന്ന ഫിലോ ഓഫ് അലക്സാൻഡ്രിയ, സ്റ്റോയിക് ഫിലോസഫേഴ്സ്. ഫിലോ ഓഫ് അലക്സാൻഡ്രിയയുടെ തന്നെ നമ്മൾ എടുത്താൽ അദ്ദേഹം ഒരു പ്ലേറ്റോണിക് ഫിലോസഫിയുടെ ചുവട് പിടിച്ച് ഈ ലോകത്തെ പറ്റി പറയുമ്പോൾ ഒരു ഐഡിയൽ വേൾഡിനെ പറ്റിയും ഒരു എംപിറിക്കൽ വേൾഡിനെ പറ്റിയും പറയുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണ്. ഒരു ഡ്യുവലിസമാണ് വാസ്തവത്തിൽ അവിടെ ഉള്ളത്. അതിനെ ഒന്ന് യോഹന്നാൻ ശ്ലീഹ പരിഷ്കരിച്ചു പറയുകയാണ്. No, there is a bridge between these two. There is a bridge between the ideal and the real, and that is Jesus Christ. എബ്രായ പഴയ നിയമത്തിൽ നമ്മൾ വചനം എന്നുള്ളത് ദാബാർ എന്നുള്ള എബ്രായ വാക്കാണ്. അത് പ്രവാചകന്മാരുടെ പ്രസംഗങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ നമ്മൾ വളരെയധികം കാണുന്നുണ്ട്. ഫിലോയിലെ സംബന്ധിച്ചിടത്തോളം it is the primal man from which all empirical human beings derive. ആദി രൂപമാണ് സൃഷ്ടിയുടെ, മനുഷ്യന്റെ ആദി രൂപമാണ് ഫിലോയ്ക്ക് ഈ ലോഗോസ്, വചനം എന്ന് പറഞ്ഞാൽ. And John breaks this dualism and he says it incarnated. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള വലിയ സത്യം യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിജേഷച്ചൻ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായി ഇവിടെ പറയുന്ന കാര്യമാണ്. ഈ വചനം പിതാവാം ദൈവത്തിന്റെ മടിയിലിരുന്നു. He was sitting at the bosom of the Father, God the Father. അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. ഇവിടെ പിതാവാം ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന വചനമായ പുത്രൻ തമ്പുരാൻ. എന്നിട്ട് വീണ്ടും പറയുന്നു, 18-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. So the Son of God is the one who reveals God the Father, who was considered to be a transcendent God in the Old Testament period. Now it is no more a transcendent God. We can touch him. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചു നോക്കിയതും ആയ വചനം സംബന്ധിച്ചാണ്. അപ്പോ ഇറ്റ് ഈസ് കുറച്ചുകൂടെ നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം ഓർത്തഡോക്സ് പിതാക്കന്മാരൊക്കെ സുവിശേഷങ്ങളിൽ തിയോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് യോഹന്നാന്റെ സുവിശേഷമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ സൺ ഈസ് ദ വൺ ഹു റിവീൽസ് ദ ഫാദർ. ഈ സുവിശേഷത്തിൽ പിന്നീട് പറയുന്നുണ്ട്, പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അപ്പൊ ഈ ആമുഖമായി പറയുന്ന ക്രിസ്തു ഗീതത്തിൽ പിന്നീട് വരുന്ന 20 അധ്യായങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ആമുഖമാണ്. ഇറ്റ്സ് എ പ്രൊലോഗ്, ഇറ്റ്സ് എൻ ഇൻട്രഡക്ഷൻ. ഉദാഹരണം പറഞ്ഞാൽ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ. യോഹന്നാൻ ശ്രാവകൻ പറയുന്നു, ഞാനല്ല വെളിച്ചം, ഐ എം നോട്ട് ദ ലൈറ്റ്, ഐ എം ജസ്റ്റ് എ വിറ്റ്നസ് ടു ദ ലൈറ്റ്. പ്രകാശത്തിന് സാക്ഷിയാകുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഫോർട്ടിസൈ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. The light which comes into the world enlightens us. Christ will enlighten us to watch God the Father, which was hidden from our eyes for some time. Light and darkness, life, Jeevan, truth, grace, Kruba, glory, Mahatum, the Kabot, the Shekinah of God the Father, faith, world. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥം ഉള്ളതാണ്. പ്രകാശം, അതുപോലെ ജീവൻ,
അതുപോലെ സത്യം, പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ സത്യം എന്ന്, വാട്ട് ഡു യു മീൻ ബൈ ട്രൂത്ത്? അത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഇനിയും 20 അധ്യായങ്ങൾ വിവരിച്ച് പറയാൻ പോവുകയാണ്. അതിന്റെ ഒരു ഫോർ ടേസ്റ്റ് ആയിട്ട് ഈ 1-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ്. 1-ാം അധ്യായം ഈ പ്രത്യേകിച്ച് 18 വാക്യങ്ങള് ശ്രദ്ധയോടെ പഠിച്ചു കഴിയുമ്പോൾ we will know what is going to be explained in the remaining 20 chapters through the narration of the public ministry of Christ. ഇവിടെ ഇന്നലെ ദമേത്രിയോസ് തിരുമേനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ there is not a single parable in this gospel. മറ്റു സുവിശേഷങ്ങളിലൊക്കെ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയുണ്ട്, മുടിയനായ പുത്രന്റെ ഉപമയുണ്ട്. അങ്ങനെയുള്ള നോട്ട് എ സിംഗിൾ പാരബിൾ ഇസ് there in John's gospel. അതിന് പകരം metaphors are used. I am the light of the world. I am the door of the sheep. I am the life and the resurrection. അങ്ങനെയുള്ള metaphors ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. So this is an entirely different gospel which has a deeper theology and deeper meaning for our spiritual journey. And I wish you all the best for this Bible study program. And thank you very much for giving me this opportunity. ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛൻ വളരെ ബ്രീഫായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഈ പ്രൊലോഗിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് വചനം, ക്രിസ്തു ആരാണ്, ക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷ എന്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിച്ചു. ഇനി ചോദ്യങ്ങൾക്കും ചർച്ചയ്ക്കും ഒക്കെയുള്ളതായ അവസരമാണ്. ആദ്യം 2-3 ചോദ്യങ്ങൾ റജി മാത്യു അച്ഛനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ബാക്കി ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഇടാം, അതല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിലും ചോദിക്കാം. അഭിവന്യ ദിമത്രിയോസ് തിരുമേനിയും ബഹുമാനപ്പെട്ട മറ്റ് അധ്യാപകരായിട്ടുള്ള സെമിനാരിയിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസ് ഗീവറീസ് കെ അച്ഛന്, ജോജി സി ജോർജ് അച്ഛന്, മേഴ്സി കൊച്ചുമ്മ, എബ്രാം തോമസ് അച്ഛന്, ഇവരൊക്കെ പ്രസന്റ് ആണ് എന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ജോജി സി ജോർജ് അച്ഛനോടും കൂടെ ഈ ഭാഗം ഒന്ന് നോക്കുന്ന കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭ്യമാകും. അതുപോലെ തന്നെ ഈ ചർച്ച ഫ്രൂട്ട്ഫുൾ ആകാൻ തക്കവണ്ണം എല്ലാവരുടെയും സഹകരണവും പാർട്ടിസിപ്പേഷനും പ്രതീക്ഷിക്കുന്നു. ഈ വേദഭാഗത്ത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നു. ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ദൈവമക്കളാകാനായിട്ടുള്ളതായ അവകാശം അത് എല്ലാവർക്കും ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല, ചുരുക്കം ചിലർക്ക് ലഭിക്കുന്നു. അവിടെ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻകാർണേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പ്രീ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഹിസ്റ്ററിക്കും ബിയോണ്ട് ആയിട്ട് ഹി വാസ് എക്സിസ്റ്റിംഗ് വിത്ത് ഹിസ് ഹെവൻലി ഫാദർ എറ്റേണലി. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. അതിന്റെ പിന്നാലെയാണ് 12-ാമത്തെ വാക്യത്തില് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ആ ഭാഗങ്ങളെ സംബന്ധിച്ച് ഒന്നുകൂടി ഒന്ന് വിശദമാക്കി പറയാൻ പറ്റുമോ? വിജയത്തിന്റെ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഈ മറ്റ് സുവിശേഷങ്ങളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് യേശുക്രിസ്തു ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായി വന്നെങ്കിലും ആ ദൈവജനം, ദ സോ കോൾഡ് പീപ്പിൾ ഓഫ് ഗോഡ്, ദ ജൂസ്, ഇസ്രായേൽ, ദ റിജക്റ്റഡ് ഹിം. അത് നമ്മൾ ഇപ്പൊ സെന്റ് മാത്യുവിലാണെങ്കിൽ കാണുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചത് എവിടെയാണെന്ന് വന്ന് യെരൂശലേമിൽ വന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ശാസ്ത്രിമാരും പരീശന്മാരും ഹെരോദ രാജാവും ഈവൻ ദ സിറ്റി ഓഫ് ജെറുസലേം
ഞെട്ടി വിറയ്ക്കുകയാണ്. So they are rejecting Jesus. At the same time, there is a group of people far from the east, the wise men. They come and bow down and they give their presents. ആ രീതിയിലാണ് സെന്റ് മാത്യു അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കോൺട്രവേഴ്സി, ഈ ഒരു സ്വന്തം ജനം തന്നെ തള്ളിക്കളയുന്നു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിലും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. 8-ാം അധ്യായത്തിൽ ഒരു വലിയ വാഗ്വാദം തന്നെ നടക്കും, വലിയ ഡിബേറ്റ് ആണ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ ജൂയിഷ് ലീഡേഴ്സ്. they are not ready to accept. അപ്പൊ യേശു എന്ന പേര് തന്നെ സെന്റ് മാത്യുവിൽ പറയുന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുകൊണ്ട് യേശു എന്ന് പേർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ ഇതേ യഹൂദന്മാർ തള്ളിക്കളയും. ഇപ്പോ ജോൺ 8 പറയുന്നത് ഞങ്ങൾ മോശയുടെ പിൻഗാമികളാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, നീ ആരുടെ മകന്? ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് അവിടെ നടക്കും. സോ ദിസ് റിജക്ഷൻ ഓഫ് ജീസസ് by his own people, it is a painful thing that is discussed by the biblical authors. ഇവിടെ യോഹന്നാൻ ഒരു പടി കൂടെ കടന്ന് ലോകം അവനെ അറിഞ്ഞില്ല. ഈ ലോകം, വേൾഡ്, ദ കോസ്മോസ്, അത് യോഹന്നാൻ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിന്താ ഗതിയാണ്. 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പറയുന്നുണ്ട്, ഞാൻ അവരെ ലോകത്തിൽ നിന്നെടുത്തെങ്കിലും അവർ ലോകത്തിനുള്ളവരല്ല. അപ്പൊ ഈ ലോകത്തിന്റെ രക്ഷ ഒരു കൂട്ടം ആളുകളുടെ മാത്രം രക്ഷയല്ല, ലോകത്തിന്റെ രക്ഷ, ഇറ്റ് ഈസ് എ കൺസേൺ ഓഫ് ഗോഡ്, നോട്ട് സിംപ്ലി ദ പ്രിവിലേജ്ഡ് ക്ലാസ്. ആൻഡ് ദേ കം ഫ്രം ദ വേൾഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് നെഗറ്റീവ് ആസ്പെക്ട്സ്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ all kinds of negative influences are there. Still, God loves us. യേശു മനുഷ്യാവതാരം ചെയ്തത് തന്നെ ഈ പാപിയായ മനുഷ്യന്റെ രൂപം തന്നെ എടുത്തു. ബിക്കോസ് ഹി ലവ്സ് ദ വേൾഡ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കീ വേർഡ്സ് ആണ്. അപ്പൊ ഇത് the world, the community of the believers, and the concern of God for the world, the ordinary human beings, even though many of them do not understand the mystery of the incarnation, God still loves all of them. Thank you, Acha. അച്ഛന്റെ മനസ്സിലിരുന്ന ആശയങ്ങൾ അച്ഛന്റെ വചനങ്ങളിലൂടെ നമ്മുടെ അടുക്കിലേക്ക് വന്നു. അത് അച്ഛനെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വചനം ഈ ചരിത്രത്തിലേക്ക് വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരനുഭവം ഉണ്ടായി. ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഈ ലോഗോസ് അല്ലെ ഈ വചനം, ഈ കൺസെപ്റ്റ് പ്രത്യേകിച്ച് അതിൻ്റെ ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ അറിയാവുന്നവർക്ക് അല്പസ്വല്പം അറിയാം. അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് മറ്റ് റിസോഴ്സ് പേഴ്സൺസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒരു ബ്രീഫായിട്ടൊന്ന് സംസാരിക്കാം. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാം മറ്റുള്ളവർ. ഓക്കെ, വിജേഷ് ദിമിത്രിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട റെജി മാത്യു അച്ഛൻ, നമ്മൾക്ക് ഈ ഒരു ആമുഖമായിട്ടുള്ള കാര്യത്തിൽ എത്ര വേണമെങ്കിലും സമയമെടുത്ത് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ഒന്നിന്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വചനത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള പശ്ചാത്തലം ഞാൻ ഒന്ന് ഇച്ചിരി അടിവരയിട്ട് പറയുന്നത് യഹൂദിയ മതത്തിന് പ്രധാനമായിട്ടും നമ്മൾക്ക് ഒന്ന് സ്ഥിതി ചെയ്യണം എന്ന് ഒന്ന് സമർപ്പിച്ചായിരുന്നു. ഈ വചനം യവന തത്വശാസ്ത്രത്തിൽ, ഫിലോസഫിയിൽ വളരെയധികം ആശയമുണ്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കൂടുതലായിട്ട് യഹൂദിയ മതത്തിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ആദിയിൽ നമുക്ക് പോകുമ്പോഴത്തേക്ക് ദൈവം സൃഷ്ടിച്ചത്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം സൃഷ്ടിക്കുന്നത് ഒരു വചനത്തിൽ കൂടി, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്ന ആശയം. അപ്പം അതിൽ കൂടി ഈ വചനം എന്ന് പറയുന്ന ആശയം നമ്മളുടെ ഇന്നത്തെ സംസ്കാരത്തിൽ ഈ പ്രിന്റഡ് വേർഡ്, ഈ അച്ചടിച്ച് ഒരു കാണുന്നത് രീതിയിലല്ല. ഡവാർ യാഹ്വേ എന്ന് പറയുമ്പോഴത്തേക്ക്, ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോഴത്തേക്ക് എബ്രായ ഭാഷയിൽ ഒരു
വാക്കോ അല്ലെങ്കിൽ സംസാരമോ അല്ല, ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നു. ശരിക്കും പറഞ്ഞാല് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സംഭവം ഉണ്ടായി, ഒരു ഇവന്റ്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പ ലോകം എന്ന് കാണുന്നത് ഏഷ്യ ദീർഘദർശിയുടെ 55-ാം അധ്യായത്തിന്റെ 11-12 എന്റെ വചനം എന്നിൽ നിന്ന് പുറപ്പെടുന്നു, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിവൃത്തിയായി എനിക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയം നമുക്ക് യഹൂദിയ മതത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ആദ്യവും അന്ത്യവുമാണ്, ആൽഫ ആൻഡ് ദി ഒമേഗ. അപ്പോൾ സകലത്തിന്റെയും ആരംഭവും സകലത്തിന്റെയും അന്ത്യവും ആയിരിക്കുന്ന ഒരു വചനത്തിന്റെ ഒരു ചിത്രം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആശയങ്ങൾ എല്ലാം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വചനത്തിന്റെ സൃഷ്ടിപരമായിട്ടുള്ള കർമ്മം ഇവിടെ അവതരിപ്പിച്ചു. ആ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ലോകത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്ന ഇരുട്ടിൽ വസിക്കുന്നതായിട്ടുള്ള സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട റെജി മാത്യു അച്ഛൻ പറയുന്നത് ഡ്യുവലിസം, ദിവത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷത്തിൽ തുടരെ കാണുന്നതാണ് അന്ധകാരവും വെളിച്ചവും, സത്യം അസത്യം, ജീവൻ മരണം. അപ്പോൾ അതില് എപ്പോഴും ഒരു ടെൻഷനുണ്ട്. ദൈവം ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, അതിനെ നല്ലതെന്ന് കാണുന്നു. എങ്കിലും ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവർ എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനും ഒരു ഫ്രീഡം സ്ഥാപിക്കാൻ ഏദൻ തോട്ടത്തിൽ കാണുന്നത് പോലെ ഇവിടെ ലോകം അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ശ്രമം, അതുകൊണ്ടാണ് അത് അന്ധകാരത്തിൽ കഴിയുന്നത്. ആ ഒരു പ്രവണതയിൽ നിന്നും മാറ്റി ദൈവികമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈ പ്രകാശം ഈ അന്ധകാരമായിരിക്കുന്ന ലോകത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ട് ഈ വചനമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവർത്തനം. അത് പഴയ നിയമത്തിൽ ഈ വചനമെന്ന് പറയുമ്പോഴത്തേക്ക് വെളിപാട്, വെളിച്ചം, പാതയിൽ കൂടി നടക്കുന്നവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് കൊടുക്കുന്ന നമ്മുടെ 119-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്ന ആശയം നമ്മൾ എല്ലാ സന്ധ്യ നമസ്കാരത്തിലും കൂട്ടിച്ചേർക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊടുകൾക്ക് പ്രകാശവും ആയിരിക്കുന്നു. ആ സത്യപാത തിരഞ്ഞെടുക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വിശുദ്ധ ഈ ക്രിസ്തീയ ഗീതത്തിൽ കൂടി സമർപ്പിക്കുന്നത്. താങ്ക് യു തിരുമേനി. ഇനിയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള സമയമാണ്. സോ ഫീൽ ഫ്രീ ടു ആസ്ക് എനി ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ യു ക്യാൻ കോംപ്ലിമെന്റ് ടു ദിസ് ഡിസ്കഷൻ. പ്ലീസ് കം ഫോർവേഡ്. വിജേഷനാണ്. ആ, എന്റെ ഒരു ചോദ്യം ഇത് റിലവന്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ വേദപുസ്തക ഭാഷ എന്ന് പറഞ്ഞ് പണ്ട് CLS പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിൽ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു വായനയിൽ കണ്ട ഒരു സംഗതിയാണ് ഈ നമ്മളിപ്പം ഇന്റർറിലീജിയസ് ഡയലോഗിന്റെയും പ്ലൂറലിസ്റ്റിക് വേൾഡിലും ഒക്കെ പറയുന്ന ഈ ഒരു അവസരത്തിൽ ഈ വചനത്തെ കണക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് ആ പുസ്തകത്തിൽ ശ്രമിച്ചിരിക്കുന്നത് ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദവുമായിട്ടാണ്. റജിയച്ച എനിക്ക് അറിയത്തില്ല അതൊരു ചുമ്മാതെ ഒരു കണക്ഷന് വേണ്ടി പറയുന്നതാണോ, അതിനകത്ത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഈ തിരുമേനിയും പറയാൻ ശ്രമിച്ചത് തന്നെയാണല്ലോ. ദ വേർഡ് ഈസ് റിവീലിംഗ് ദ മൈറ്റ് ഓഫ് ഗോഡ്. ഒരു തിരുമേനി പറഞ്ഞല്ലോ, ആദിയിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആ ഒരു ക്രിയേറ്റീവ് വേർഡാണ്. ആ ക്രിയേറ്റീവ് വേർഡ് ഇറ്റ് എക്സ്പോസസ് ഹൂ ഗോഡ് ഈസ്. ദൈവത്തെ വെളിപ്പെടുത്തുന്ന സൃഷ്ടിപരമായ ശക്തിയുള്ളതാണ്. ഹിന്ദുയിസത്തില് ഈ ഓം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ, എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ച്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ ആദ്യത്തെ ഒരു ശബ്ദമായിട്ട്. ഇപ്പം ബിഗ് ബാങ് തിയറി ഒക്കെ യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിനെ പറ്റി പറയുമ്പോൾ ബിഗ് ബാങ് തിയറി ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ആദ്യത്തെ ആ പൊട്ടിത്തെറിയുടെ അതിന്റെ ശബ്ദം സയൻസും കൂടെ നമ്മൾ റിലേറ്റ് ചെയ്താൽ അത് ആണ് ഓം എന്ന് പറയുന്നത്. അപ്പൊ ആദിയിൽ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഇന്റർറിലീജിയസ് സ്കോളേഴ്സ് പറയാറുണ്ട്. ഇപ്പൊ ജോർജ് സോറസ് പ്രഭു എന്ന് പറഞ്ഞ പൂനെയിലെ ഒരു ബിബ്ലിക്കൽ സ്കോളർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ
പഠനങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ധ്വനി ഇന്റർപ്രിട്ടേഷൻ, ഒരു ബിബ്ലിക്കൽ ഹെർമനോയിറ്റിക്സിന് തന്നെ ഒരു ധ്വനി ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റിംഗ് ദ സ്ക്രിപ്ചർ, അതുമൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ആളാണ്. അപ്പോ നമ്മളത് ഓം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, പള്ളിയിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വിഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ഓമിനൊരു ഹൈലി ഫിലോസോഫിക്കൽ ആയിട്ടുള്ള മീനിങ് ഉണ്ട്. അത് RSSകാരന്റെ നെറ്റിക്ക് എഴുതി വെച്ചിരിക്കുന്ന ഓമിനെ പറ്റി അല്ല നമ്മൾ പറയുന്നത്. ദാറ്റ് ക്രിയേറ്റീവ് വേർഡ്. ഓക്കെ, മറ്റ് ആർക്കെങ്കിലും ചോദിക്കാം? ചോദ്യങ്ങളോ ഈ ഡിസ്കഷനിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് നൽകാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ആദ്യം തുടങ്ങിക്കോ. ഞാന് 5-ാമത്തെ വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് വായിക്കുന്നു. വെളിച്ചം പ്രകാശിക്കുന്നു, ഇരുളിനെ പിടിച്ചടക്കിയില്ല എന്ന് പറഞ്ഞാലും ലോകം മുഴുവൻ ഇരുളിന്റെ കീഴിൽ ആയി പോകുന്ന ഒരവസ്ഥ വരുന്നില്ലേ? അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇവിടെ ആ പിടിച്ചടക്കുക എന്നുള്ള അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പല അർത്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഗ്രാസ്പിംഗ്, കോൺകറിങ്, ഇൻഫ്ലുവൻസിങ്, പിന്നെ വിവിധ അർത്ഥങ്ങൾ സ്കോളേഴ്സ് ആ വാക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തിൽ തിന്മയുണ്ട്, ലോകത്തിൽ അന്ധകാരമുണ്ട്. ആ അന്ധകാരത്തിൽ മാറ്റിമറിക്കുന്നതാണ് വെളിച്ചം എന്നുള്ളത്. നമ്മുടെ പിതാക്കന്മാര് എബിയത്തിനുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യും. ഗ്രിഗറി ഓഫ് നിസായുടെ തോട്ടാണ് തോന്നുന്നു. പൗലോസ് ലീവോസിന് വേണ്ടി ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലൈറ്റിന് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ, ഡാർക്ക്നെസ്സിന് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പോ അന്ധകാരം നിറഞ്ഞൊരു മുറിയിലേക്ക് നമുക്ക് ലൈറ്റ് കൊണ്ടുവരാം, പക്ഷെ ലൈറ്റ് നിറഞ്ഞൊരു മുറിയിലേക്ക് അന്ധകാരം നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോൺ എക്സിസ്റ്റന്റ്. ലൈറ്റ് ഹാസ് ദ എക്സിസ്റ്റന്റ് പവർ. അപ്പൊ അതാണ് ദൈവം. ആൻഡ് ദാറ്റ് ഗോഡ് എൻലൈറ്റൻസ് യു ടു പെർസീവ് വാട്ട് റിയലി ഗോഡ് ഈസ്. ആ ഒരു മീനിങ്ങിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരെ ഒരു പക്ഷേ കോംപ്ലിമെന്റ് ചെയ്യുമായിരിക്കും. അതിനോട് ചേർത്തിട്ട് ജീസസ് ക്രൈസ്റ്റ് വാസ് ലൈറ്റ്, but he was conquered by the evil spirits and led to his crucifixion എന്ന് വ്യാഖ്യാൻ പറയാറുണ്ടല്ലോ സാധാരണ. അപ്പൊ ആ സമയത്ത് ഇരുള് അവിടെ അധികാരം കാണിക്കാനായിട്ട് അവസരം കിട്ടുകയല്ലോ ചെയ്തത്. സ്വയമായിട്ട് കീഴ്പ്പെടുത്തി കൊടുത്തത് ശരിയാണ്, പക്ഷെ അതേസമയം ആ ഇരുളിന്റെ ഒരു വിജയം അല്പസമയത്തേക്ക് അവിടെ ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? അതാണ് ഏറ്റവും വലിയ പാരഡോക്സ് എന്ന് പറയുന്നത്. കുരിശിന്റെ വചനവും അത് തന്നെയാണല്ലോ. യേശുവിന്റെ തോൽവി, യേശുവിന്റെ പരാജയം. അന്ന് കുരിശിക്കപ്പെട്ടവരെ ആരും ഇന്ന് ഓർക്കുന്നില്ല, പക്ഷെ പരാജയപ്പെട്ട ക്രിസ്തുവിനെ ലോകം മുഴുവൻ ഓർക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ലൈറ്റ്. ലൈറ്റിനൊരു എവർലാസ്റ്റിംഗ് പവർ ഉണ്ട്. ഡാർക്ക്നെസ്സിന് ഒരു വളരെ നൈമിഷികമായ പവർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, ബട്ട് ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ. ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം അവതരിപ്പിച്ചോട്ടെ. സുവിശേഷത്തിൽ അങ്ങനെ ഒരിക്കലും അന്ധകാരമോ അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയോ കർത്താവിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കാത്ത തരത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അപ്പം 14-ാം അധ്യായത്തിൽ പ്രത്യേകം, അല്ലെങ്കിൽ 15-ഓ 16-ലോ പറയുന്നത് അത് ഇതിന്റെ ഈ ലോകത്തിന്റെ അധിപൻ വരുന്നു, പക്ഷേ എന്നോടൊന്നും ചെയ്യാനൊക്കുന്നില്ല. ഫോർ ഐ ഹാവ് ഓൾറെഡി ഓവർകം ദ വേൾഡ്. എന്നിട്ട് സുവിശേഷത്തിൽ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് കർത്താവ് സ്വയം അനുവദിക്കുന്നതായിട്ട്. അപ്പോൾ ഈ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു 19-ാം അധ്യായത്തിലാണോ അതിന് നേരത്തിൽ ഈ കർത്താവിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോഴത്തേക്ക് കർത്താവിനെ ചോദിക്കുന്നത് നീ യേശുവാണെന്ന് പറയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവർ പിന്മാറി വീഴുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് യോഹന്നാൻ ഇത് അവതരിപ്പിക്കുന്നത്. ദ ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ് ബട്ട് ദ ഡാർക്ക്നെസ് കനോട്ട് ഗ്രാസ്പ് ഇറ്റ്. അതിനെ ഒതുക്കാനായിട്ടോ പിടിക്കുവാനായിട്ടോ ഒന്നും സാധിക്കുന്നില്ല. പിന്നെ കർത്താവ് സ്വയമായിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് ഈ സുവിശേഷത്തിൽ അന്ത്യത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെയെല്ലാം വ്യക്തമാകുന്നത് കർത്താവ് സ്വയം മനസ്സാവിടെ, നമ്മുടെ തക്സായിൽ പറയുന്നത് പോലെ അവൻ സ്വയം സമർപ്പിച്ചിരിക്കുന്ന രാത്രിയിൽ
അപ്പോൾ സ്വയമായിട്ട് ഈ ഒരു ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും ഈ തിന്മയുടെ തിന്മയുടെ ആത്മാക്കൾ കർത്താവിനെ വിജയിക്കുന്നതായിട്ട് ഒരു നിമിഷവും കാണാൻ സാധിക്കുന്നില്ല. സുവിശേഷത്തിൽ പ്രത്യേകിച്ച് 4-ാമത്തെ സുവിശേഷത്തിൽ കർത്താവ് പൂർണ്ണ മനസ്സോടുകൂടി സുവിശേഷത്തിൽ സ്വയം യാഗമായിട്ട് അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഒരു പൂർണ്ണ ത്യാഗമായിട്ടാണ്, ഒരു ബലിയർപ്പണമായിട്ടാണ് യേശുവിനെ ഇവിടെ സുവിശേഷത്തിൽ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ പറയുന്നതുമായിട്ട് ഒരു തെറ്റാണെന്നുള്ളത്. അത് ഒരു ആശയം, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് മാത്രമാണ്. ഓക്കെ, തിരുമേനി താങ്ക് യു. ബഹുമാനപ്പെട്ട ജിജി അച്ഛന് എന്തോ ചോദിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നല്ലോ, ചോദിക്കുന്നോ? ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ടെക്സ്റ്റിലെ 13-ാമത്തെ വാക്യമാണ് ചോദിക്കുന്നത്. അവിടെ അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അവിടെ ഈ അവർ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ അവനെന്നാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചാണെങ്കിൽ. പക്ഷെ അവർ എന്നാണെങ്കിൽ അവർ ആരാണ് ഈ അവർ? അതാ തൊട്ടു മുമ്പുള്ള വാക്യം അത് വ്യക്തമാക്കുന്നതാണല്ലോ. 12-ാമത്തെ വാക്യം, ദൈവമക്കൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ ദൈവമക്കളാകുന്ന പ്രോസസ്സിനെ കുറിച്ചും കൂടി അല്ലേ അവിടെ പറയുന്നത് 13-ാം വാക്യത്തിൽ? അവർ എന്നുള്ളത് ദൈവമക്കളാണെങ്കിൽ അത് പിന്നെ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താൽ അല്ല എന്ന് പറയുന്ന അത് എങ്ങനെയാ അതിന് ദൈവമക്കൾക്ക് അത് യോജിക്കുന്നത്? അത് യേശുക്രിസ്തുവിന് യോജിക്കും. പക്ഷെ ദൈവമക്കൾക്ക് ആ പറയുന്ന വിശദീകരണം എങ്ങനെയാ യോജിക്കുന്നത്? പറഞ്ഞോ, ബാക്കിയുള്ളവർ പറഞ്ഞോ. ദൈവമക്കളായി തീരുന്ന പ്രോസസ്സിനെ കുറിച്ചല്ലേ അത്? അതാണ് നിക്കോദിമോസിനോട് പറയുന്നത്. അത് തന്നെ. അതെ, വെള്ളത്താലും ആത്മാവാലും ജനിക്കുന്നവർ. ഈ കാറ്റ് വീശുമ്പോഴത്തേക്ക് അറിയത്തില്ല ഏത് ദിക്കിൽ നിന്ന് വരും എന്ന് പറയുന്ന പോലെ ആത്മാവിൽ പുതിയതായിട്ട് ജനിക്കുന്നവർക്ക് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ലോകം അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിന് കൊടുക്കാൻ ഒക്കുന്നതായിട്ടുള്ള ഒരു ജീവനല്ല, പക്ഷെ ഈ നിത്യജീവൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അത് ഈ 3 തരത്തിൽ ഉള്ള രീതികളല്ല, മാനുഷികമായിട്ടുള്ള ജന്മമല്ല, ഇത് ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവിൽ കൂടിയുള്ളതാണ് എന്നുള്ള ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നവീകരണക്കാരൊക്കെ ഈ കന്യാമറിയാമിന്റെ നിന്നുള്ള കന്യാജനനത്തെയും അങ്ങനെ ഒന്നായി മാത്രമായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയരുതോ? ഇല്ല, അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൽ കൂടിയാണെന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എല്ലാ സുവിശേഷങ്ങളും. അത് മാനുഷികമായിട്ടുള്ള ഒരു സഹായം കൂടാതെ പരിശുദ്ധാത്മാവ് കൂടി മാത്രമായിട്ട് ജനിച്ചിരിക്കുന്നതായിട്ടാണ് സമാന്തര സുവിശേഷങ്ങളും വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, മറ്റു ചോദ്യങ്ങൾ വേറെ ആരെങ്കിലും? The light shines in the darkness and the darkness did not overcome it എന്നാണ് 5th വേഴ്സിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോ ഇന്നത്തെ ഒരു സയന്റിഫിക് ഒബ്സർവേഷൻസിൽ ദ പെർമനൻസി ഓഫ് ഡാർക്ക്നെസ് എന്നുള്ളത് കുറച്ചുകൂടെ ഈ ഫോട്ടോൺ അല്ലെങ്കിൽ ഹീലിയം ഈ ഇത്തരത്തിലുള്ള ഈ ഒരു സയന്റിഫിക് ഡിസ്കവറീസിൽ കുറെ ആ തരത്തിലാണ് മൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ പെർമനൻസി ഓഫ് ലൈറ്റ് എന്നുള്ള ഒരു കാഴ്ച അത് ഇന്നത്തെ ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തെ വെച്ചിട്ടൊന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ തിയോളജിക്കലി പറയുമ്പോൾ ഈ ശരിക്കും സൂര്യൻ ഇരുണ്ടു പോകാം, സൂര്യൻ ഇല്ലാതെയാകാം. നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വെളിച്ചം സൂര്യനാണ്. അപ്പൊ അതിനൊരു പെർമനൻസി ഇല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ലൈറ്റിനും പെർമനൻസി ഇല്ല. അപ്പം അത് കുറെ കഴിയുമ്പോൾ ഇല്ലാതാകാം. അപ്പം ഈ ഒരു ലൈറ്റിന്റെ ആണോ ഡാർക്ക്നെസിന്റെ ആണോ ഒരു പെർമനൻസി എന്നുള്ളൊരു കോൺഫ്ലിക്റ്റഡ് ഏരിയ ആയിട്ട് ഇന്ന് സയൻസിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴേ ഇത് നമ്മൾ എങ്ങനെയാണ് പുതിയൊരു എമേർജിങ് വേൾഡിലേക്ക് ഈ ലൈറ്റ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഈ ജോഹന്നൻ തീം എന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ.
അച്ഛാ, അതിനകത്ത് നമ്മൾ തിയോളജിയിൽ അൺക്രിയേറ്റഡ് ലൈറ്റും ക്രിയേറ്റഡ് ലൈറ്റും തമ്മിൽ വേർതിരിക്കാറുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രകാശത്തെ അൺക്രിയേറ്റഡ് ലൈറ്റ്, പിന്നെ ദൈവം സൃഷ്ടിക്കുന്നതായിട്ടുള്ള പ്രകാശം, അച്ഛനീ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള പ്രകാശത്തെ കുറിച്ചാണ് പറയുന്നത്, ഇല്ലാതെയാകും. പക്ഷെ ദൈവത്തിന്റെ ഉണ്മയുടെ ഭാഗമായിരിക്കുന്ന പ്രകാശത്തിന് ഒരിക്കലും അങ്ങനെ മങ്ങൽ വരുന്നില്ല. ആ ഒരു വെളിച്ചത്തെ കുറിച്ചാണ് ഇവിടെ വചനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത് ഈ അന്ധകാരത്തിന് അസ്തിത്വം ഇല്ല, പ്രകാശമേ ഉള്ളൂ. അപ്പോൾ ഈവൻ സയൻസ് കൺഫേംസ് ദ ഫാക്ട് ദാറ്റ് the darkness does not have existence, only light has actual character. തിരുവേനി ഒരു സെക്കൻഡ്, അതായത് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ ഈ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് ഈ ലിക്യാസുനോദോസിൽ അവര് കണ്ട അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്ന അങ്ങനെ ആയിരിക്കണം മേ ബി. ബൈസന്റൈൻ ഐക്കൺസില് ഈ ഇത് റേസ് ഓഫ് ലൈറ്റ് കാണിക്കുന്ന ഒരു ഐക്കൺ എക്സൈറ്റഡ് ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ മിഡിൽ പോർഷൻ പറയുന്നത് ഡാർക്കാണ്. അപ്പോ ആ ഡാർക്ക്നെസ്സിന് എനിക്ക് തോന്നുന്നു പിതാക്കന്മാരുടെ റൈറ്റിങ്സിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും എക്സ്പോസിഷൻ കാണും. എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ഈ റൊമേനിയക്കാരൊക്കെ കുർബാന ചൊല്ലുമ്പോഴും മത്ബഹായില് ലൈറ്റ് ഇടുകയല്ല. ഞാൻ താമസിച്ച സ്ഥലത്ത് ജർമ്മനിയിൽ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് ഓൺ ചെയ്യുമായിരുന്നു, ഇവർ മറന്നു പോകുന്നതാണ്. അപ്പൊ ഒരിക്കൽ അവിടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മറന്നു പോകുന്നതല്ല, ഞങ്ങൾ ആ ലൈറ്റ് അറിഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തിരുന്നതാണ്. ബിക്കോസ് ഡാർക്ക്നെസ് ലൈറ്റ് ആ റിലേഷൻഷിപ്പിന് ചില പെട്രിസ്റ്റിക് ആയിട്ടുള്ള ചില ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി പറയാൻ കൂടുതൽ അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു ചെറിയ മെമ്മറി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട കെ എം ജോർജൻ പ്രസന്റ് ആണോ? കണ്ടില്ല. ഞാനുണ്ട്. ഓക്കെ. അച്ഛൻ മറിഞ്ഞിരിക്കുകയാണ്, വെളിച്ചത്തേക്ക് വരണമെന്നാണ് ഓർപ്പിച്ചത്. ഈ അറിയോസിന്റെ വേദവിപരീതങ്ങളില് ക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് ചരിത്രത്തിന് മുമ്പേ ഉണ്ടായിരുന്നു, എന്നാൽ അവന് മുമ്പേ പിതാവ് ഉണ്ടായിരുന്നു, സകലതും ഈ പുത്രനിലൂടെ സൃഷ്ടിച്ചു. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയോസ് പഠിപ്പിച്ചതും ഈ വേദഭാഗവുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു മേജർ കോൺട്രഡിക്ഷൻ ഇവിടെ വരുന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. വചനം ദൈവമായിരുന്നു, അത് വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ. അപ്പം വെറും ഒരു ക്രീച്ചർ അല്ല, ഒരു ക്രിയേറ്റഡ് ബീയിങ് അല്ല, ബട്ട് ദ ലോഗോസ് ഈസ് ഗോഡ്. യാതൊരു സംശയവുമില്ലാതെ എത്ര വ്യക്തമായിട്ടാണ് അത് അഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പിതാക്കന്മാര് ശക്തമായിട്ടെടുത്ത് ഈ അറിയോസിനെ പോലെയുള്ള ഡിവിനിറ്റിയെയും ഡെയിറ്റി ഓഫ് ക്രൈസ്റ്റിനെ മിനിമൈസ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരായിട്ട് ഉപയോഗിച്ചതെന്നുള്ളത് നമുക്ക് ഈ തരുണത്തിൽ ഓർക്കാം. അങ്ങനെയുള്ള ദൈവം he became flesh, became fully human being so that we could become God-like, become like Christ, and that is the destiny of human being. അപ്പൊ അതാണ് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് 14-ാം വാക്യം ബഹുമാനപ്പെട്ട റെജി മാത്യു അച്ഛൻ എടുത്ത് വിശദീകരിച്ചു. പിന്നെ 16-ാമത്തെ വാക്യവും നമുക്ക് എല്ലാവർക്കും അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഫ്രം ഹിസ് ഫുൾനെസ് വി റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഇത് സാക്രമെന്റ്സിന്റെയും നമ്മുടെ ആരാധനയുടെയും ഒക്കെ ഒരു അടിസ്ഥാന വാക്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ബഹുമാനപ്പെട്ട കെ എം ജോർജൻ ഇപ്പോൾ ഈ ചർച്ചകളെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത്, പ്രത്യേകിച്ച് ഈ പ്രൊലോഗ് ബേസ് ചെയ്ത് ഒന്ന് സമ്മറൈസ് ചെയ്ത് സംസാരിക്കും.
അത് തുടർന്ന് അഭിമന്യ തിരുമേനി ആശീർവാദം നൽകി നമുക്കിത് അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ നമുക്ക് ഹോളി വീക്കിലാണ് ഇനിയും അടുത്തതിന്റെ പിന്നത്തെ ഇത് വരുന്നത്. പക്ഷെ അന്ന് നടക്കുന്നതല്ല. അതിനുശേഷം ഏപ്രിൽ ആദ്യത്തെ ബുധനാഴ്ച 7-ാം തീയതി ഏപ്രിൽ 7 വെനസ്ഡേ ആയിരിക്കും. 1-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛനോടും റജി മാത്യു അച്ഛൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ നൽകി, വ്യാഖ്യാനം നൽകി. ബാക്കി എല്ലാവരോടും ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛനോട് പ്രത്യേകിച്ചും സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ എന്റെ കൺക്ലൂഡിംഗ് വേർഡ്സ്. താങ്ക് യു അച്ഛൻ. കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്കഷനിലെ ഈ ഇരുട്ടിനെ കുറിച്ചും പ്രകാശത്തെ കുറിച്ചും പറഞ്ഞ ഡിസ്കഷൻ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം 4-ാം സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണത്. എനിക്ക് തോന്നുന്നത് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ ഇന്ത്യയുടെ ദാർശനിക പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ചും വേദാന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കും കുറെ കൂടി വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. കാരണം ഇപ്പൊ നമ്മളെ ലൈറ്റ് എന്നും ഡാർക്ക്നെസ്സും പറയുന്നത് ഫിസിക്കലായിട്ടാണ് പറയുന്നത്. ഡാർക്ക്നെസ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ദെയർസ് നോ സബ്സ്റ്റൻസ് ഓർ കിങ്ഡം എന്നൊക്കെ നാസിയാനത്തിലെ ഗ്രിഗോറിയോസ് ഒക്കെ പറയുന്ന പ്രസിദ്ധമാണ്. പക്ഷെ അവിടെ ഫിസിക്കലായിട്ടുള്ള എൻറ്റിറ്റീസിനെ കുറിച്ചല്ല വാസ്തവത്തിൽ ഇവിടെ പറയുന്നത്. നമ്മളെ ഫോട്ടോണിനെ കുറിച്ചും ഒക്കെ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാം. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു തിരിച്ചറിവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകമോ അതിനെ തിരിച്ചറിഞ്ഞില്ല. ഈ തിരിച്ചറിയാത്ത ലോകമാണ് അന്ധകാരത്തിലുള്ള ലോകം, അല്ലാതെ ഫിസിക്കൽ ഡാർക്ക്നെസ് അല്ലല്ലോ. തിരിച്ചറിഞ്ഞ ലോകമാണ് പ്രകാശിതമായ ലോകം. അപ്പൊ ഈ ഇരുള് പ്രകാശത്തെ കീഴടക്കിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം യേശുക്രിസ്തു പ്രകാശത്തിന്റെ ഉറവിടമായിട്ട് വന്നതാണ്. അപ്പോ സാക്ഷാത്കാരം പ്രാപിച്ച വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു, നമ്മുടെ ഭാരതീയ വാക്കുകൾ ഉപയോഗിച്ചാൽ. അപ്പം ഒരിക്കലും തിരിച്ചറിവില്ലാത്ത ബോധമല്ലാതെ സമ്പൂർണമായ ബോധമാണ്. കോൺഷ്യസ്നെസ് ഇൻ ഇറ്റ്സ് പെർഫെക്ഷൻ. മറ്റത് ഇഗ്നറൻസ് ആണ്. ഇഗ്നറൻസ് ഇസ് ഡാർക്ക്നെസ്. അവിദ്യ നമ്മൾ പറയുന്നത് തന്നെയാണ് അന്ധകാരമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഈ ലോകം അവിദ്യയിലാണ്, തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നതാണ് പ്രകാശം. ആ പ്രകാശത്തിന്റെ ഉറവിടമാണ് യേശുക്രിസ്തു. അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വേറൊരു തലത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമതൊരു കാര്യം, ഈ വചനത്തെക്കുറിച്ച് പറയുമ്പം ലോകം വചനത്താൽ ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ within the very substance of the universe, logos is indwelt, built in. നമ്മൾ built in എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ തന്നെ ദൈവത്തിന്റെ വചനം അതിന്റെ അകത്ത് പെർമിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കാണുന്നത് ക്രിസ്തുവിനെ ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ്. നമ്മിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഓബ്ജക്റ്റ്. നമ്മളിപ്പോ ഒരാളിനെ വഴി കാണുന്ന പോലെയാണ്. അയാൾ മാറി നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യു കനോട്ട് ഒബ്ജക്ടിഫൈ ദ വേർഡ് ബിക്കോസ് ദ വേർഡ് ഇസ് പെർമിയേറ്റിംഗ് ദ ഹോൾ യൂണിവേഴ്സ് ആൻഡ് ദ ഹോൾ യൂണിവേഴ്സ് കെയിം ഇൻ ടു ബീയിങ് ത്രൂ ദ ലോഗോസ് ആൻഡ് നത്തിങ് കെയിം ഇൻ ടു ബീയിങ് വിതൗട്ട് ഹിം എന്നും പറയുന്നുണ്ട്. ഇതൊരു സുപ്രധാനമായ ആശയമാണ്. നമുക്ക് പാശ്ചാത്യരുടെ ഈ സബ്ജക്ട് ഓബ്ജക്ട് ഡിസ്റ്റിങ്ഷനും ഒക്കെ ഉള്ള സയന്റിഫിക് മെത്തഡോളജി ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതലും വരുന്നത്. അത് വെച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുകയില്ല. എങ്ങനെ നിത്യമായ വചനം ഈ സൃഷ്ടിതമായ പ്രപഞ്ചത്തിന്റെ ഭാഗവുമായി തീർന്നു എന്നുള്ളത്. ഈ മണ്ണിൽ വചനമുണ്ട്. ഈ മണ്ണിന്റെ സൃഷ്ടാവും വചനമാണ്. അത് ഇൻകാർണേഷന്റെ തത്വം അതാണല്ലോ. ദൈവവും മനുഷ്യനുമായി യോജിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ഈ മണ്ണാണ്. പ്രപഞ്ചത്തിന്റെ സ്റ്റഫ് അതാണ്. അതുകൊണ്ട് ഈ വചനമായ ദൈവം നിത്യമായ വചനമാണ്. സകലത്തിന്റെയും
ഉത്ഭവമാണ്, അതേസമയം തന്നെ സകലത്തിൻ്റെയും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിൻ്റെ സബ്സ്റ്റൻസുമാണ്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. അത് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സാധാരണഗതിയിൽ നമുക്ക് ക്രിസ്ത്യൻ സ്കോളർഷിപ്പിൽ നമ്മൾ ഇത് കണക്കിലെടുക്കാറില്ല. എൻ്റെ ഒരു എളിയ ഒരു കൺവിക്ഷൻ, യോഹന്നാൻ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ലാത്ത നല്ല ചിന്തയുള്ള ചിന്തകന്മാരുടെ വ്യാഖ്യാനം കൂടി എടുക്കണം. ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ നല്ല ദാർശനികരുണ്ട്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടും. ഇത് ഞാൻ ഇത് ദീർഘമായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് തുടരണം, ഈ ഒരു ഡിസ്കഷൻ തുടരേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യത്തെ നമ്മുടെ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇത് സോപാനമായി, ഇത് ചവിട്ടുപടിയാണ്. നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒരു പടി ചവിട്ടുന്നു, രണ്ടു പടി ചവിട്ടുന്നു, ചിലപ്പം താഴേക്ക് വീണ്ടും വീഴുന്നു, വീണ്ടും നമ്മളെ ചവിട്ടി ഉയരുന്നു. വേദസോപാനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ് നമ്മളെ കൈപിടിച്ച് രഹസ്യങ്ങളിലേക്ക്, അറിവിലേക്ക് നയിക്കുന്നത്. തിരിച്ചറിവ്, ബോധം, കോൺഷ്യസ്നെസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ നോമ്പിന്റെ എല്ലാം അവസാനം നമ്മളും എൻലൈറ്റൻഡ് ആകണം. മാമോദിസായിലെ പറയുന്നത് അതാണ്. വേദപഠനം എന്ന് പറയുന്നതും എൻലൈറ്റൻമെന്റ് ആണ്. ദെൻ വി വിൽ റെക്കഗ്നൈസ് what is light and what is darkness. Thank you. തിരുമേനി, നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധതിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തോളണമേ. രക്ഷിതാവ് പുത്ര ജയമുള്ള ശ്രീപാൽ ഞങ്ങളെ നീ മറിച്ചോളണമേ. ശുദ്ധമുള്ള റുവാസോട് കുറിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ നിർമ്മിക്കണമേ. ദൈവമായ കർത്താവെ, നേരത്തെയും കാലമൊക്കെയും എല്ലാ സമയത്തും ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുവായുടെ സമത്വവും സഹവാസവും നാം എല്ലാവരുടെയും കൂടിയും ഈ പഠനത്തിനുള്ള എല്ലാ പദ്ധതികളുമായിട്ട് ബന്ധപ്പെടുന്നവരുടെ മേലും ഉണ്ടായിരിക്കുമാറാട്ടെ. ആമേൻ.